വർഷത്തിന് ശേഷം നിങ്ങൾ ഒരു ICUവിൽ ഡ്യൂട്ടിയിലാണെന്ന് സങ്കല്പിക്കുക. മോണിറ്ററുകൾ ശബ്ദിക്കുന്നു, ഡോക്ടർമാർ തിരക്കിലാണ്. ആ നിമിഷം രോഗിയുടെ വിരൽത്തുമ്പിലെ ചെറിയൊരു നിറമാറ്റം ശ്രദ്ധിച്ച് വരാൻ പോകുന്ന വലിയൊരു അപകടം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ? ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് സയനോസിസ് എന്താണെന്ന്. സയനോസിസ് എന്നാൽ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ. ഇത് നമ്മൾ കാണാപ്പാഠം പഠിക്കും. എക്സാം പേപ്പറിൽ 2 മാർക്കിന് വേണ്ടി എഴുതുന്ന വെറും ഒരു നിർവചനം മാത്രമായി പലരും ഇതിനെ കാണാറുണ്ട്. എന്നാൽ ഈ വരികൾക്ക് പിന്നിൽ ഒരു മനുഷ്യജീവന്റെ വിലയുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ സയൻസ്? നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോൾ അതിന്റെ നിറം കടും ചുവപ്പിൽ നിന്ന് ഇരുണ്ട നീല കലർന്ന നിറത്തിലേക്ക് മാറും. ശരീരത്തിൽ ഓക്സിജൻ ലെവൽ അപകടകരമായ രീതിയിൽ കുറയുമ്പോൾ ഇതാദ്യം പ്രത്യക്ഷപ്പെടുന്നത് നഖങ്ങൾക്കടിയിലും ചുണ്ടുകളിലുമാണ്. ഇതിനെയാണ് നമ്മൾ സെൻട്രൽ സയനോസിസ് എന്ന് വിളിക്കുന്നത്. ഇത് വെറും ഒരു കളർ മാറ്റമല്ല, രോഗി ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നതിന്റെ അപായ സൂചനയാണ്. നാളെ നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ പൾസ് ഓക്സിമീറ്റർ പോലെയുള്ള മെഷീനുകൾ ചിലപ്പോൾ തെറ്റായ റീഡിംഗ് കാണിച്ചേക്കാം. എന്നാൽ നിങ്ങളുടെ നിരീക്ഷണം ഒരിക്കലും തെറ്റില്ല. മെഷീൻ വിശ്വസിക്കാതെ രോഗിയുടെ ചുണ്ടിലോ വിരലിലോ ഈ നീല നിറം കണ്ടാൽ ഉടൻ തന്നെ ഓക്സിജൻ നൽകിയാൽ ഒരു പക്ഷേ വരാൻ പോകുന്ന ഒരു കാർഡിയാക് അറസ്റ്റ് വരെ തടയാൻ ആ നിമിഷം നിങ്ങളെ കൊണ്ട് സാധിക്കും. അതാണ് ഒരു യഥാർത്ഥ നഴ്സിന്റെ പവർ. എന്നാൽ ശ്രദ്ധിക്കുക, തണുപ്പ് കാലത്ത് കൈകൾ നീല നിറമാകുന്നതും ഹൃദയ സംബന്ധമായ പ്രശ്നം കൊണ്ട് നീല നിറമാകുന്നതും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ നഴ്സുമാർ ചെയ്യുന്ന ലളിതമായ ഒരു പരിശോധനയുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതുപോലെ നഴ്സിംഗ് സബ്ജക്ട്സ് സിമ്പിളായി മനസ്സിലാക്കി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നഴ്സിംഗ് എന്ന് താഴെ കമന്റ് ചെയ്യൂ.